ഇത് ആഷിക്കിൻ്റെയും അവൻ്റെ ജീവിത സഖിയാകാൻ പോകുന്ന റോസിൻ്റെയും കല്യാണ കഥയാണ്. ആഷിക്കിൻ്റെ ആൻറ്റിയുടെ തറവാടിനടുത്ത് ആൻറ്റിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അവിടുത്തെ കുട്ടിയെ പെണ്ണ് കാണാനായി അവൻ സിംഗപ്പൂരിൽ നിന്നും എത്തുന്നതോടെ കഥ തുടങ്ങുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആൻറ്റിയുടെ കല്യാണ ചടങ്ങിൽ വെച്ച് റോസിൻ്റെ അപ്പച്ചൻ കുഞ്ഞാഷിക്കിനെ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ അവരുടെ പഴയ കല്യാണ ആൽബത്തിൽ ഇപ്പോഴും ഉണ്ട്. റോസിന് വേണ്ടി അവനെ അദ്ദേഹം നേരത്തെ നോക്കി വെച്ചിരുന്നത് പോലെ. അന്ന് കുട്ടികളായ റോസും ആഷിക്കും പരസ്പരം കണ്ട് പുഞ്ചിരിച്ചിട്ടുണ്ട് എന്നതിനും ആ ആൽബത്തിൽ തെളിവുണ്ട്. ഈ ആലോചന വരുമ്പോൾ റോസിന് 22 പ്രായം. കല്യാണം 25 ശേഷം മതിയെന്ന് ആഗ്രഹിച്ചിരുന്ന റോസ് കല്യാണം മുടക്കാൻ ഇടപ്പള്ളി പള്ളിയിൽ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ പെണ്ണ് കാണലിലെത്തിയ ആഷിഖിനെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവൾ വീണ്ടും അവിടെത്തി തിരി കത്തിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. സിംഗപ്പൂരിലേക്ക് തിരിച്ചുപോയ ആഷിഖ് പിന്നീട് എൻഗേജ്മെന്റിന് നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അവർ ഫോണിലൂടെ ഒരുപാട് അടുത്തിരുന്നു. അവനെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ എത്തിയവരെ കൂടെ ആ റോസാപ്പൂവിനെ കണ്ടത് ആഷിഖിന് ജീവിതത്തിൽ മറക്കാനാവാത്ത സർപ്രൈസ് ആയിരുന്നു. എൻഗേജ്മെന്റിന് ശേഷം ഡേറ്റ് ചെയ്തും യാത്രകൾ പോയും അവർ ആ പ്രണയ ദിനങ്ങളെ മനോഹരമാക്കി. മൂക്കുകുത്തിയതും മൂന്നാർക്ക് പോയതുമൊക്കെ ആ ദിവസങ്ങളിലാണ്. പിന്നീട് അവൻ നാട്ടിലെത്തുന്നത് റോസിന്റെ പിറന്നാളിലാണ്. കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയ റോസിന്റെ മുന്നിലേക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ആഷിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. അന്ന് അവൻ അവൾക്ക് സമ്മാനിച്ചത് സിംഗപ്പൂരിലെ വിലപിടിച്ച ഒരു പഴത്തിന്റെ കുരുവാണ്. അവന്റെ പ്രണയ സമ്മാനം അവളുടെ വീട്ടുവളപ്പിൽ വളർന്നു വരുവാണ്. ഈ പുതുവർഷത്തിൽ ജനുവരി 1 തന്റെ എല്ലാമായ റോസിനെ മിന്നുകെട്ടാൻ പോവുകയാണ് അവൻ. അവളും കാത്തിരിക്കുകയാണ് തന്റെ ചെക്കന്റെ മണവാട്ടിയായി പുതുവർഷം ആഘോഷിക്കാൻ. എ ബ്യൂട്ടിഫുൾ റോസ് ടു ആഷിഖ്.